എറണാകുളംകാരൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്നെ ഒരുപാട് ടെൻഷൻ അടിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന റിയൽ ബ്രഹ്മപുരം തന്നെയാണ്. ഞാൻ ഈ അല്ലേട്ടൻ വന്ന് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പറയുന്നവരെ ബ്രഹ്മപുരത്തെക്കുറിച്ച് പത്രത്തിൽ വായിച്ചുള്ളൊരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റ് അല്ലേട്ടൻ പറഞ്ഞപ്പോഴാണ് അടുത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അല്ലേട്ടനോട് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി തരാമെന്ന് കണ്ടു നോക്കാൻ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഭയപ്പെട്ടു പോയെന്നുള്ളതാണ്. പൊളിറ്റിക്കൽ പാർട്ടികളെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ പല രണ്ട് പാർട്ടികളും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടോ. നമുക്കൊരു ഫ്രീ എയർ, ഫ്രീ വാട്ടർ ആ ലെവലിലേക്ക് പോലും തിങ്ക് ചെയ്യാൻ മേലാതെ ആരെയോ ദാക്ഷിണ്യത്തിന് ഇപ്പോഴും നമ്മൾ കാത്തു നിൽക്കുക. ഒരു സിനിമാക്കാരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന പോലെ എപ്പോഴെങ്കിലും ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം ഏത് കാര്യം ചെയ്യാനാണ് നമുക്കിവിടെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളത്? കവിതയ്ക്കാണെന്നുണ്ടെങ്കിലും കഥയ്ക്കാണെന്നുണ്ടെങ്കിലും സിനിമയ്ക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ എവിടേക്കോ ആരൊക്കെയോ ഇരുന്ന് ഭയങ്കരമായിട്ട് സെൻസർ ചെയ്തിട്ടാണ് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എവിടേക്കും ആലോചിച്ചിട്ട് ചില വാക്കുകളൊക്കെ കട്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? ഞാൻ സഹദേവം ചെയ്തപ്പോഴും ഞാൻ ഒരൊറ്റ ചോദ്യം ജിത്തുവാട് ചോദിച്ചു, ജിത്തുവായി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയും ഷാദന പറ്റും, ഞാനുണ്ട്, നമുക്ക് ചെയ്യാന്നേ. പക്ഷേ ഒരു സംവിധായകൻ കൂടിയാണ്. ഈ സംവിധായകനെ സംവിധാനം ചെയ്യാൻ ശരിക്കും പാടാണ്. പുള്ളി വീട്ടിൽ നിന്ന് അഭിനയിക്കാൻ ഇറങ്ങുമ്പോൾ ഡയറക്ടർ എന്നുള്ള ആ താക്കോലിരിക്കുന്ന ഭാര്യയുടെ കൊടുത്തിട്ട് ഇറങ്ങി പോരുവാണെന്ന്. അല്ലല്ല, തീർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു സംഭവം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ടീം വർക്കായിരുന്നു സിനിമ ഇതുവരെ. റോഹൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണല്ലോ ഇത്. ചോദ്യത്തിൽ നിന്ന് ഉത്തരം വേറെ ദിശയിലാണ് പോയത്. എന്ത് വേണം ചോദിക്കാം. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളെ പല രീതിയിൽ കൈകാര്യം ചെയ്ത് മലയാള സിനിമ ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ഹിറ്റ് സിനിമയ്ക്ക് തയ്യാറെടുക്കുകയാണ് മലയാള സിനിമാ ലോകം ഇതുവരെ. വിശേഷങ്ങളുമായിട്ട് കലാഭവൻ ഷാജോൺ, മൻരാജ്, എൻ അനിൽ തോമസ്. സാർ നമസ്കാരം. നമസ്കാരം. സ്വാഭാവികമായിട്ട് ഈ സിനിമ 2.5 മണിക്കൂർ പ്രേക്ഷകൻ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നതിനേക്കാൾ ഉപരി ചില സമകാലിക വിഷയങ്ങളെ കൂടി കൈകാര്യം ചെയ്തുകൊണ്ട് മികച്ച ചിത്രങ്ങൾ പുറത്തെടുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്, മുമ്പ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പോയ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയത്തെ അതിൻ്റെ ഒരു വർഷം തികയുമ്പോൾ അതിൻ്റെ പേരിൽ മാറ്റം വന്ന് ആ വിഷയത്തെ കുറേ കൂടി ഗൗരവപരമായിട്ട് കുറച്ച് കൈപ്പൊള്ളുന്ന വിഷയം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര സിനിമ വരുമ്പോൾ പ്രേക്ഷകന് കാത്തിരിക്കാനുള്ള എന്ത് ഘടകമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്? സംവിധാനം തന്നെ പറയുന്നത്. അല്ല, പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാമൂഹിക പ്രതിബദ്ധത, അതായത് പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ അവരുടെ കാഴ്ചപ്പാടിലും ഉണ്ടാവണമെന്ന് വിചാരിച്ച് ചെയ്തൊരു ചിത്രമാണിത്. കാരണം നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിപത്ത് എന്നുള്ള ലെവലിലുള്ള സാധനമാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഫയർ ഔട്ട് ബ്രേക്ക് ഉണ്ടായത്. ഇപ്പോൾ 1 വർഷത്തിന് ശേഷം നമ്മൾ ഈ ചിത്രം റിലീസ് ചെയ്യുമ്പോഴും ഈ വിപത്ത് അവിടെ അവശേഷിക്കുന്നു. അപ്പോൾ ആ ചോദ്യം ഇവിടുത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ, ഇവിടുത്തെ പ്രേക്ഷകൻ്റെ മുമ്പിലും വെക്കുന്ന ഒരു സിനിമയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശങ്കകളും അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളതും ആ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. ഈ പൊതുവെ ഇപ്പം ഏതൊരു വിഷയം എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ആ വിഷയം സംസാരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പ്രേക്ഷകന് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറച്ച് എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള വിഷയം. അപ്പോൾ ഇത്രയും സീരിയസ് വിഷയങ്ങൾ വരുമ്പോൾ അത്ര ഒരു നർമ്മബോധത്തോടു കൂടി അത്തരം വിഷയങ്ങൾ ഇതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പ്രാവർത്തികമായിരുന്നു. അല്ല, അതിനെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ജോണർ, നമ്മളല്ല നറേറ്റ് ചെയ്യുന്ന അതിൻ്റെ ആ നറേറ്റീവിനെ സംബന്ധിച്ചുള്ള അത് ആവശ്യപ്പെടുന്ന ട്രീറ്റ്മെൻറ്റ് ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇതൊരു സീരിയസ്ലി അപ്രോച്ച് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അത് അത്തരത്തിൽ തന്നെയാണ്. അപ്പം നമുക്കത് അതിനകത്ത് മേമ്പടിക്ക് കോമഡി ചേർക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് ആക്ഷൻ ചേർക്കുകയോ അങ്ങനെ ഉള്ള ചിന്താഗതിയിൽ പോകേണ്ട ഒരു സബ്ജക്റ്റ് അല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സമൂഹത്തിന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ സമൂഹത്തിന് ചിന്തിക്കാൻ ഒരു ഘടകം എന്തെങ്കിലും ഉണ്ടാവണമെന്ന് വെച്ച് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് പക്ക ഒരു ലെവലിലൊരു അവാർഡ് ട്രീറ്റ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കൊമേഴ്ഷ്യൽ ലൈനിലുള്ള ചിന്താഗതി തന്നെയാണ്. ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയിലുണ്ടാകുന്ന ഇമോഷൻസ്, ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഇമോഷൻസ്, അങ്ങനെയുള്ള ബോണ്ടിങ്ങും കാര്യങ്ങളും ഒരുപാട് നമ്മൾ ഈ കോമഡിക്ക് അപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ ബേസിക് ഹ്യൂമൻ ഇതുണ്ടല്ലോ, ഇമോഷൻസും ബോണ്ടിങ്ങും, അത്തരത്തിലുള്ള ഒരു നറേറ്റീവിലൂടെ പോകുന്ന ഒരു കഥയാണിത്. അത് തീർച്ചയായിട്ടും പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം ജീവിതത്തിൽ എല്ലാം ഉണ്ടല്ലോ, കോമഡിയും ട്രാജഡിയും ആങ്കറും എല്ലാം ഉണ്ടല്ലോ. അപ്പം അത്തരം കാര്യങ്ങളിലൂടെ പോകുന്നൊരു ചിത്രമാണ്.
ഷാജൻ ചേട്ടോ, എന്തോ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇത്ര വിഷയങ്ങളെ കുറിച്ച് സാറ് കൃത്യമായിട്ട് പറഞ്ഞു. ഇതിൽ സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഈ മൂവി എന്തുകൊണ്ട് എടുക്കണം എന്ന് പറയാൻ 100 കാരണങ്ങളുണ്ടായിരിക്കും ഷാജൻ ചേട്ടൻ. ഒന്ന് പ്രമേയം, അൽ തോമസ് എന്ന സംവിധായകൻ. ഇതിനേക്കാൾ ഉപരി ഈ ഒരു സബ്ജക്റ്റ് പറയുന്ന സമയത്ത്, എൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു ആകുലത ഉണ്ടായിരുന്നോ ഈ സിനിമ ഞാൻ ചെയ്യണോ എടുക്കണോ എന്നുള്ളൊരു എപ്പോഴും ഏതെങ്കിലും രീതിയിൽ? ഒരു നിമിഷം പോലും അങ്ങനെ ഒരു ആകുലത എനിക്കുണ്ടായിട്ടില്ല. ഞാനൊരു ആക്ടറാണ്, എൻ്റെ ജോലിയാണിത്. നമ്മൾ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്നൊരു ക്യാരക്ടറാണ് വിക്രമൻ നായർ, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് സംതിങ് ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് കിട്ടുകയാണ് ഒരു സിനിമയിൽ നിന്ന്. പിന്നെ ആ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നൊരു പ്രമേയം. നമ്മളിപ്പം ഞാൻ 10-20 വർഷമായിട്ട് ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ അല്ലേട്ടം വന്ന് ഇങ്ങനൊരു സബ്ജക്റ്റ് പറയുന്നവരെ ബ്രഹ്മപുരത്തെക്കുറിച്ച് പത്രത്തിൽ വായിച്ചുള്ളൊരു അറിവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ അടുത്ത് എവിടെയോ ബ്രഹ്മപുരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ എന്തൊക്കെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ളതല്ല. ഇതിനെക്കുറിച്ച് ഞാൻ ബോധേടല്ല. കാര്യം നമ്മളെ അത് ബാധിക്കുന്ന കാര്യമല്ല, നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടില്ല അതുവരെ ആ കാര്യം. അപ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റ് അല്ലേട്ടം പറഞ്ഞപ്പോഴാണ് അടുത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നു. പലയിടനോട് പറഞ്ഞ് ഞാനൊരു ഡോക്യുമെൻ്ററി തരാമെന്ന് കണ്ടു നോക്കാൻ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഭയപ്പെട്ടു പോയെന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത്ര അടുത്ത് നടക്കുന്നൊരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത് നമ്മളെ ഏതൊക്കെ രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണത്. എത്ര വർഷം നമുക്ക് എറണാകുളത്ത് ഇങ്ങനെ നല്ല വായു ശ്വസിച്ച് അല്ലെങ്കിൽ നല്ല വെള്ളം കുടിച്ച് ജീവിക്കാൻ പറ്റുമെന്നൊക്കെ ഒരു എറണാകുളംകാരൻ എന്നുള്ള നിലയ്ക്ക്, ഇവിടെ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്നെ ഒരുപാട് ടെൻഷൻ അടിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ പറയേണ്ടതാണ്. എന്നാൽ അതോടൊപ്പം ഇത് ആരെങ്കിലും കുറ്റപ്പെടുന്ന രീതിയിലുള്ളൊരു സിനിമയോ ഇവരാണ് ഇതിൻ്റെ കുറ്റക്കാർ അങ്ങനെ കാര്യം ഇത് മാറി വന്ന പല ഭരണകൂടങ്ങളും എല്ലാം ഇതിന്. പക്ഷെ അതിൽ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം തന്നെ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഷാജൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിഷയം ഇപ്പം മാധ്യമങ്ങളോട് വരുമ്പോഴാണ് പലപ്പോഴും അറിയണത്. ഇതിന് പരിസരത്തുള്ളവര് ഇത് കുറെ വർഷങ്ങളായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണ്. മാധ്യമങ്ങളിലൂടെ വന്ന് നമ്മൾ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിന്റെ സീരിയസ്നെസ് നമുക്ക് അറിഞ്ഞൂടാ. അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വിഷയത്തെ സൂചിപ്പിച്ച ഒരു സിനിമ ആയിക്കോട്ടെ മറ്റെന്ത് ആണെങ്കിൽ പോലും ഇവിടെ ഒരു സിസ്റ്റത്തിനെതിരെ, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു അധികാരികൾക്കെതിരെ അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ശബ്ദം ഉയർത്തേണ്ടി വരും ഈ സിനിമയിലൂടെ, അല്ലെങ്കിൽ ഒരു കൈപ്പൊള്ളൽ വരും എന്നുള്ള അത്തരത്തിലുള്ള ചിന്ത വന്നിരുന്നോ? അല്ല, എനിക്കങ്ങനെ വന്നിട്ടില്ല. അത് അങ്ങനെ ചിന്തിക്കേണ്ടത് ആക്ച്വലി റൈറ്ററും ഡയറക്ടറുമായ അല്ലേട്ടനാണ്. കാര്യം അല്ലേട്ടൻ അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുമുണ്ട്. ഈ പറഞ്ഞ പോലെ അതിലിപ്പം കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണ്. കാരണം എഴുത്തുകാരനും സംവിധായകനും അത് എഴുതി വെച്ച് നന്നായി ചെയ്താലും ഇതിന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരുന്നത് അതിന് നായകനില്ല. അല്ല, അങ്ങനെ ചോദ്യങ്ങൾ വരേണ്ട ഒരു ഇഷ്യൂ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൃത്യമായിട്ട് സിനിമ സംസാരിക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് തോന്നുന്നില്ല അത്. കാരണം ഈ പറയുന്ന പോലെ നമ്മൾ ആരെയും പോയിന്റ് ഔട്ട് ചെയ്ത് ഇതങ്ങനെ പറയുന്നൊരു സിനിമയല്ല. കാര്യം അങ്ങനെ ആരെയും നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തുമില്ല ഈ ഒരു ഇഷ്യൂവിൽ. കാര്യം നമ്മൾ ഈ കഥ പറയുന്നത് 2011 കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 2007 മുതലുള്ള സമയത്താണ് നമ്മൾ ഈ കഥ പറയുന്നത്. അന്ന് മുതൽ താങ്കൾ ഉദ്ദേശിച്ചത് പൊളിറ്റിക്കൽ പാർട്ടികളെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ പല രണ്ട് പാർട്ടികളും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്കാരാണ് ഇതിന് കാരണക്കാരെന്നോ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ ഇതിൽ ഭാഗമല്ലാന്നൊന്നും നമുക്ക് ആരെയും ഒഴിവാക്കി നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടീനെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ ജീവിക്കുന്ന ആളുകളുടെ ഇമോഷനിലൂടെയാണ് നമ്മൾ ഈ സിനിമ പറഞ്ഞു പോയിട്ടുള്ളത്. അവരിതിന് വേണ്ടിയിട്ട്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തു, അവരേതൊക്കെ രീതിയിൽ പ്രതികരിച്ച് നോക്കി, അതൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡിലോട്ടൊന്നും നമ്മുടെ ഈ സിനിമ പോയിട്ടില്ല. അതിൻ്റെ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതിനൊരു കഥ പറച്ചിൽ അല്ലേട്ടൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അനുരാജ് ചേട്ടൻ സ്വാഭാവികമായിട്ട് ഇതുവരെ എത്തി നിൽക്കുന്ന ഈ ഒരു വിഷയത്തിൽ അനുരാജ് ചേട്ടൻ്റെ റോൾ ഇതുവരെയാണ് നിൽക്കുന്നത്. നമ്മൾ ചില കഥാപാത്രങ്ങൾ തയ്യാറെടുപ്പോടെ ചെയ്യുന്ന ചിലർ പറയുന്നതായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ഈ തിരക്കഥയിൽ പ്രത്യേകിച്ച് തയ്യാറെടുപ്പ്, ഈ കഥാപാത്രത്തെ മൊത്തം അതെങ്ങനെയാണെന്ന് ശരിക്കും അല്ലേട്ടൻ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പ്രത്യേകിച്ച് നിന്നു കൊടുത്താൽ മതി. ഇത് ഒരു പറയുന്ന പോലെ ഇതൊരു 2 വർഷം മുമ്പ് എഴുതി വെച്ച സംഭവം, അത് പിന്നീട് സംഭവിക്കുന്ന കാണുന്ന, അങ്ങനെ എനിക്കൊന്ന് പ്രവചനം, ദീർഘവീക്ഷണം പ്രവചനമല്ല, അത് എന്താണ് ദീർഘവീക്ഷണം ഒന്നും പറയാൻ പറ്റില്ല. അത് എന്താണ് പറയുന്നത്, സാധ്യതകളെ മുൻകൂട്ടിയിട്ട് കണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് അവിടെ സംഭവിച്ചിട്ടുണ്ട്, പലപ്പോഴും സംഭവിച്ചു. പക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇത്ര സീരിയസ് ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുൻപ് ഒരു തവണ ഇത് 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ മാക്സിമം 5-6 ദിവസം വരെയൊക്കെ നിന്ന് കത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഷൂട്ട് തുടങ്ങി പിറ്റേഴ്സ് അവിടെ നിന്ന് തീ പിടിച്ചിട്ട് ഏകദേശം 13-14
12-13 ദിവസം നിന്ന് കത്തി എന്നുള്ളതാണ്. അപ്പോഴാണ് കൊച്ചിയിലേക്കൊക്കെ പുക എത്തിയത്. നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ഇത്ര സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് അലേർട്ട് ആയത് അപ്പോഴാണെന്നുള്ളത്. ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ല, പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഇത് നമ്മളിലേക്ക് തന്നെ നമ്മൾ വിരൽ ചൂണ്ടുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ ഒരുപാട്, ആ ചോദ്യത്തിനെല്ലാം ഉത്തരം ഈ സിനിമ തരുന്നുണ്ടെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഒരു ഇഷ്യൂ മാത്രമല്ല ഇതിൻ്റെ അകത്ത് പറയുന്നത്, പല പല ഇഷ്യൂ ഉണ്ട്. അപ്പം ഇത് നമ്മൾ തന്നെ നന്നായാലേ നാട് നന്നാവുള്ളൂ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയും. മാറ്റം നമ്മളിൽ നിന്നാവട്ടെ. സർ, സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ആർട്ട് വർക്കിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മൾ അത്തരത്തിൽ കുറേയേറെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. ഇത്തരത്തിലൊരു സംഭവം റീക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഏറ്റവും പെർഫെക്ഷനോട് കൂടി അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഭീകരത സൃഷ്ടിക്കണമെങ്കിൽ അതേ രീതിയിൽ മേക്കിംഗ് ആവശ്യമാണ്. ഇത് ശരിക്കും ഇതിനെ സെറ്റ് ഇടേണ്ട ആവശ്യം വയ്യോ അല്ലെങ്കിൽ ഇതേ സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണോ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നത് എങ്ങനെയുള്ളത്? ഇല്ലില്ല, ഇത് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന റിയൽ ബ്രഹ്മപുരം തന്നെയാണ്. അങ്ങനെ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കാരണം 110 ഏക്കറിൽ കിടക്കുകയാണിത്. അത് അവിടെ പോയി കണ്ടാലേ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുള്ളൂ. ഈ സിറ്റിയിലെ കംപ്ലീറ്റ് വേസ്റ്റ് കൊണ്ട് ഈ 110 ഏക്കർ കൃഷിയോഗ്യമായ ഒരു സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ ഒരു ഭീകരാവസ്ഥ. പക്ഷേ ഇതിൻ്റെ നറേറ്റീവ്, അതായത് ഷാജോൻ മുമ്പേ പറഞ്ഞു, നമ്മൾ ഇതിൻ്റെ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്ന വിക്രമൻ നായരും ഫാമിലിക്കും എഫക്റ്റ് ആകുന്ന ഈ ബ്രഹ്മപുരത്തെ സംബന്ധിച്ചുള്ള എക്സാക്ട്ലി ഈ 2007 ഒരു അവിടുത്തെ എവിക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഒരു 50% ആൾക്കാർ അവിടെ നിന്ന് പോയി, കുടുംബങ്ങൾ. അതിനുശേഷമുള്ള ആൾക്കാർ പോകുന്നത് ഉൾപ്പെടെയുള്ള നറേറ്റീവ് എല്ലാം സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ര വലിയൊരു വാസ്റ്റ് ബഡ്ജറ്റോ ക്യാൻവാസോ അല്ലാത്തൊരു ചിത്രത്തിൽ അങ്ങനെയുള്ളൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു നറേറ്റീവ് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ എക്സാക്ട്ലി എന്താണ് അവിടെ നടക്കുന്നതെന്നും എന്താണ് അവിടെ നടന്നതെന്നുള്ളത് കൺവേ ചെയ്തിട്ടുണ്ട് നമ്മുടെ സിനിമയിലൂടെ. സ്വാഭാവികമായിട്ട് ഷാജയുടെ നായകനായി തന്നു, ഷാജയുടെ സംവിധായകൻ കൂടിയാണ്. ഈ സംവിധായകനെ സംവിധാനം ചെയ്യാൻ ശരിക്കും പാടാണോ? ഒരുപാടുമില്ല. കാരണം വെച്ചാൽ അത് ആൾക്കാരുടെ ഇടയിലുള്ള ഒരു ഷാജോനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ആർട്ടിസ്റ്റ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഒരു ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100%. കാരണം ഒരു സിനിമ അല്ലെങ്കിൽ ഞാനൊരു ബേസിക്കലി ഡയറക്ടറാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നടത്ത് ഇൻ്റർവ്യൂൻ ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ചിന്താഗതിയില്ല. ഒരു വിക്രമൻ നായരായിട്ട് എൻ്റെ സെറ്റിൽ വരുമ്പോൾ വിക്രമൻ നായരായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഇതിപ്പോൾ ഏത് ആർട്ടിസ്റ്റ് ആയാലും നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൺവേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ പൊട്രേ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ ഫ്രീഡത്തിലേക്ക് വിടുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ പറയുന്ന പോലെ കുനിയണം അല്ലെങ്കിൽ ചെരിഞ്ഞ് നടക്കണം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൽ സിനിമ സമീപിക്കുന്ന ആളല്ല ഞാൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ സെലക്ട് ചെയ്യുന്ന ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലേക്ക് ഒരു കഥാപാത്രം കയറുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു 90% ആയെങ്കിൽ അത് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈങ് ആണ്. ഇത് ഷാജോൺ എനിക്ക് 100% തന്നിട്ടുണ്ട്. അത് ആസ് എൻ ആക്ടർ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി എനിക്ക് തോന്നുന്നു സിനിമ, കാരണം അതുകൊണ്ടാണല്ലോ ഒരു വേഴ്സറ്റൈൽ ആക്ടറായിട്ട് ഇപ്പോൾ രൂപാന്തരപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്. പുള്ളി വീട്ടിൽ നിന്ന് അഭിനയിക്കാൻ ഇറങ്ങുമ്പോൾ ഡയറക്ടർ എന്നുള്ള ആ താക്കോലിരിക്കുന്ന ഭാര്യയുടെ കൊടുത്തിട്ട് ഇറങ്ങി ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് പോയി കൈമാറ്റങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ശരിക്കും അത്തരത്തിൽ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ തിരുത്തലുകൾ ചെയ്യുന്നതിൽ ശരിക്കും സ്വീകരിക്കുന്ന തരത്തിലുള്ള സംവിധാനം തീർച്ചയായിട്ടും 100%. അതായത് അത് പറയുന്നത് കാരണം ഡയലോഗ് വൈസ് എഴുതി, കാരണം എൻ്റെ ഒരു ഡയലോഗ്, കാരണം ഞാൻ ബേസിക് മലയാളം മീഡിയത്തിലല്ല പഠിച്ചത്. അപ്പം ഞാൻ ആ തുടക്കത്തിൽ തന്നെ ഷാജോൻ്റെ അടുത്ത് പറഞ്ഞു, ഷാജോനെ ഈ ഡയലോഗിൽ ചിലപ്പം ഒരു എസേയിങ് ഇതുണ്ടാവും. ഒരു ഓരോ ആർട്ടിസ്റ്റിനും അവർക്കൊരു മോഡുലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ശൈലിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് നമുക്ക് ഇത് ചെയ്യണം. ഒരുപാട് സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് സ്വീകരിക്കുന്നതിനകത്ത് എന്താ തെറ്റ്? ആഫ്റ്റർ ഓൾ ആ സിനിമ നന്നാകാനും ആ ക്യാരക്ടർ നന്നാകാൻ വേണ്ടിയിട്ടും എടുക്കുന്ന ഓരോ ഷാജോണിൻ്റെ മീറ്ററിലുള്ള ഡെലിവറി ആയിരിക്കത്തില്ല മൻരാജിന് അല്ലെങ്കിൽ വിജയകുമാറിന്. അത്തരത്തിലുള്ള പക്ഷെ നമുക്ക് കൺവേ ചെയ്യേണ്ട ഡയലോഗ്സ്, ഞാൻ അത് എഴുതിയിട്ടുള്ള ഡയലോഗ്സിൽ എന്താണെന്നുള്ളത് അത് എനിക്ക് കൃത്യമായിട്ട് വേണം. അത് അവർ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. അത് അവർക്ക് പ്രസന്റ് ചെയ്യാന്നുള്ള ലെവലിലുള്ള 100% ഫ്രീഡം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സ്വാഭാവികമായിട്ട് ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് മൂവി അല്ലെങ്കിൽ അതിലേക്ക് ഏത് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഒരു കമേഴ്ഷ്യൽ ചിത്രമായിട്ട് അത് തിയേറ്ററിൽ വരുമ്പോൾ ഒരു അവാർഡ് ഫിലിം ആണെങ്കിൽ ഒരു ഓഫ് ബീറ്റ് സിനിമയാണ് എന്നുള്ളതിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രമേയങ്ങളാണ് വരുന്നു എന്ന് പറയുമ്പോൾ
ഈ പ്രേക്ഷകനെ തിയേറ്ററിൽ എത്തിക്കാൻ ഒരു മടിയാവാനുള്ള ഒരു കാരണമായി മാറും അത്, ഈ അവാർഡ് കിട്ടിയ ഫിലിം. അല്ല, അങ്ങനെ ഒരു ചിന്താഗതി എന്തിനാണ് ഇവിടെ? അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അങ്ങനെ ഇല്ലേ ശരിക്കും ഒരു പ്രേക്ഷകരിലൊരു? അല്ല, അത് അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഈ വർഷം ഷാജോൺ തന്നെ അഭിനയിച്ചിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞ പടം മൾട്ടിപ്പിൾ ലെവലിൽ അംഗീകാരം കിട്ടിയ ഒരു ചിത്രമാണ്. പക്ഷെ അത് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അതിൻ്റെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, അതിൻ്റെ ഒരു മേക്കിംഗ്, അതിൻ്റെ ഒരു ബ്രില്യൻസും കാര്യങ്ങളൊക്കെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നുണ്ട്. അവാർഡെന്ന് അത് ഏതോ ഒരു കാലഘട്ടത്തിൽ വന്നു ഭവിച്ചൊരു കാര്യമാണ്. അവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു 3 കിലോമീറ്റർ നടന്നു പോകുന്നതും അല്ലെങ്കിൽ എവിടെയെങ്കിലും കുത്തിയിടുന്നു ചൂണ്ടയിടുന്നതൊക്കെ പ്രൊളോങ്ഡ് ആയിട്ടുള്ള ഷോർട്സിൽ കാണിക്കണമെന്ന്, അത് ഒരു കാലഘട്ടത്തിലെ സിനിമയാണ്. ഈ സിനിമ ടോട്ടലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ പ്രേക്ഷകൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ റെക്കഗ്നീഷൻസ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും മികച്ചതുള്ളതുകൊണ്ട് റെക്കഗ്നീഷൻസ് കിട്ടുന്നു, അതിനെ അവാർഡെന്ന് വിളിക്കുന്നു. പക്ഷെ സിനിമ നമ്മൾ കാണാൻ വരുമ്പോൾ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തോട്ട് പ്രൊവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും റിക്കളക്ട് ചെയ്യാനായിട്ടോ ഹെൽപ്പ് ചെയ്താൽ അത് തന്നെ അതിനൊരു പ്ലസ് പോയിന്റ് ആവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും. ശോഭയുടെ ഈ കോമഡി കൂടി അല്ലെങ്കിൽ മലയാളിയുടെ നർമ്മബോധത്തെ തിരിച്ചറിഞ്ഞ ഒരു നടനും സംവിധായകനും കൂടിയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കോമഡി കൈകാര്യം ചെയ്യാൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ചെറിയ രീതിയിൽ പോയാലും പാളി പോകുന്നത്. ഞാൻ ആ ചോദ്യത്തെ തിരിച്ചാണ് ചോദിക്കുന്നത് ഷാജനോട്. ഇത്രത്തോളം വേഷങ്ങൾ കൈകാര്യം ചെയ്തു വന്ന് അവിടെ വന്ന് പെട്ടെന്നുള്ള ഒരു സഹദേവൻ എന്നുള്ള ഒരു അപ്പിയറൻസ് മലയാളി സിനിമാ പ്രേക്ഷകർക്ക് ഉണ്ടായ ഞെട്ടൽ ഭയങ്കരമാണ്. ശരിക്കും അവിടെ ഒരു വില്ലൻ വേഷം അതുവരെ കോമഡി ചെയ്തു വന്നിട്ട് അത്രയും സീരിയസ് ആയിട്ടുള്ള വില്ലൻ വേഷം ചെയ്യുന്നതിൽ ഈ പാളിപ്പോൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് സീരിയസ് ആയിട്ട് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരാളല്ല. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് ചെയ്യുന്നു. നമ്മളെ കൺട്രോൾ ചെയ്യാനൊരു കഴിവുള്ളൊരു ഡയറക്ടറാണ് അവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അത് ഞാൻ ഹ്യൂമർ വേഷങ്ങൾ ചെയ്തപ്പോഴാണെങ്കിലും അതെ സഹദേവൻ ഉൾപ്പെടെയുള്ള സീരിയസ് വേഷങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഈ വിക്രമൻ നായർ പോലുള്ള വേഷങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരാൾ ആ മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാര്യം മനസ്സിലായില്ലേ? അപ്പം ഞാൻ സഹദേവൻ ചെയ്തപ്പോഴും ഞാൻ ഒരൊറ്റ ചോദ്യം ജിത്തുബായോട് ചോദിച്ചിട്ട്, ജിത്തുബായ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഷാജോനെ പറ്റും, ഞാനുണ്ട്, നമുക്ക് ചെയ്യാന്നേ, അടിപൊളിയായിട്ട് ചെയ്യാം. ഞാൻ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഞാൻ മോണിറ്ററിൽ പോയി നോക്കുന്ന ഒരാളല്ല. അങ്ങനെ എന്തെങ്കിലും അത്ര ഒരു കൺഫ്യൂഷനൊക്കെ വരുമ്പോഴേ ഞാൻ പോയി നോക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഷോട്ട് കഴിഞ്ഞ് ഞാൻ എവിടെയെങ്കിലും പോയി ഇരിക്കുകയുള്ളൂ. ഞാൻ ദൃശ്യം നടക്കുമ്പോൾ ഞാൻ ഷോട്ട് കഴിഞ്ഞ് ഞാൻ ജിത്തുബായുടെ മുഖത്തേക്കാണ് നോക്കിയിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ മോണിറ്ററിൽ നോക്കിയിരിക്കുകയായിരിക്കും, ഞാൻ അപ്പുറത്ത് മാറുന്നത് ജിത്തുബായുടെ മുഖത്താണ്. ജിത്തുബായ് ആ മോണിറ്ററിൽ നോക്കി കഴിഞ്ഞാൽ ഷോട്ട് കണ്ടു കഴിയുമ്പോൾ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയായി. അതിനപ്പുറം ഒന്നും വേണ്ട. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏത് ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകില്ല. അദ്ദേഹത്തിന്റെ മുഖത്തൊരു എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലാവും അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതല്ല. ഫൈനൽ വേർഡ് സംവിധായകന്റെ തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ഒരാൾ അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു റോൾ ചെയ്യാനും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ് ഒരു അഭിപ്രായം. ഇത് സമൂഹത്തിലുള്ള ഒരു മിഥ്യാധാരണ കേട്ടോ. അത് അങ്ങനെ ഇടപെടുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഇപ്പം ഞാൻ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത പടം അശോകനായിട്ട് സഫലം, ബാലേന്ദ്ര മേനോൻ സാറായിരുന്നു എൻ്റെ ഇത്. പുള്ളി പറഞ്ഞ കഥ 20 വർഷത്തിന് മുകളിലായി. അദ്ദേഹം എല്ലാ സമസ്ത മേഖലകളിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ പോയി സൈൻ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു പുള്ളി എല്ലാത്തിലും കയറി ഇടപെടും കേട്ടോ. അതായത് ബേസിക് ഡയറക്ടറാണ്, റൈറ്ററാണ്. ഇപ്പം ഈ ഷാജോൻ്റെ ഈ ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ച പോലെയാണ്. പക്ഷെ അതെന്നു വെച്ചാൽ അതാ ഞാൻ പറഞ്ഞത്, അവരൊക്കെ സംബന്ധിച്ചുള്ളത് അവർ അഭിനയിക്കാനായിട്ട് അങ്ങനത്തെ ഒരു കാഴ്ച അങ്ങനെ ഉണ്ടെങ്കിലേ ഒരു ആക്ടർക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. എവിടെയെങ്കിലും ഞാൻ ഇടപെടുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. അവരുടെ ഒരു ലേണിംഗ് പ്രോസസ്സ് അത്തരത്തിലുള്ള, അതായത് പറഞ്ഞാൽ ആ സംവിധായകൻ്റെ താക്കോല് വീട്ടിൽ വെച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ അത് വൻ ഇഷ്യൂ ആവും. എത്ര കാലം സിനിമ ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പം അത് വേഴ്സറ്റൈൽ ആക്ടേഴ്സ് ഉണ്ടാകുന്ന അങ്ങനെയാണ്. അത്തരത്തിലുള്ള ആക്ടറാണ് എനിക്ക് കിട്ടിയത്. സ്വാഭാവികമായിട്ട് ട്രെയിലർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ പിറന്ന മണ്ണും നാടും വീടും വിട്ട് എവിടെ പോകാനാന്നുള്ളത്. ഈ ഒരു ബ്രഹ്മപുരം വിഷയം എന്നുള്ളത് മാത്രമല്ലാതെ മതേതര ഇന്ത്യയിൽ സമകാലിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഊന്നൽ കൂടി ഇതിലുണ്ടോ, പറയാതെ പറയുന്നുണ്ടോ സിനിമയിൽ? ഇല്ല, അങ്ങനെ ആ ഒരു വൈഡർ ഇതിൽ അല്ല. മതേതര ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ചില കാര്യങ്ങൾ, അത് ഷാജോൺ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. സംബന്ധിച്ചാൽ നമ്മളെയൊക്കെ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആരുടെയൊക്കെ ദയയിലാണ്. വി ആർ എ ഡെമോക്രാറ്റിക് ഇൻഡിപെൻഡന്റ് സ്വാതന്ത്ര്യം കിട്ടിയെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയാണ്. അത് വേറെ ലാർജർ പെർസ്പെക്റ്റീവിൽ ഞാൻ എഴുതിയതല്ല, ഈ ബ്രഹ്മപുരത്തെ ബേസ് ചെയ്ത് തന്നെയാണ്. കാരണം വെച്ചാൽ
നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ച്, അല്ല നമ്മളൊരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഫ്രീ എയർ, ഫ്രീ വാട്ടർ ആ ലെവലിലേക്ക് പോലും തിങ്ക് ചെയ്യാൻ മേലാതെ ആരുടെയോ ദാക്ഷിണ്യത്തിന് ഇപ്പോഴും നമ്മൾ കാത്തു നിൽക്കുക. അത് അങ്ങനത്തെ ഒരു ബേസിൽ, അത് ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാൽ ഓക്കെയാണ്. പക്ഷെ ഇത് നമ്മൾ സ്റ്റിക്കിംഗ് ടു ബ്രഹ്മപുരം എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു നറേറ്റീവ് പോയിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ആ വാക്ക് തന്നെ കൂട്ടിച്ചേർക്കുമ്പോൾ രണ്ട് കാര്യം. ഇപ്പോൾ പല കാലഘട്ടത്തിൽ സിനിമ റിലീസ് വരുമ്പോൾ പലതരം പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഈ അന്യഭാഷ ചിത്രങ്ങളുടെ കടന്നുവരവായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ തിയേറ്റർ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ സ്വാഭാവികമായിട്ട് ഒരു സിനിമ, ആ സിനിമാക്കാരൻ, ഒരു ഫിലിം മേക്കറിന് ആളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ട് ഒരു സിനിമ എടുക്കണമെങ്കിൽ ഒരു സിനിമാക്കാരൻ്റെ സ്വാതന്ത്ര്യം എപ്പുറത്തിലുള്ളതാണ്. ആരുടെയും ദയയില്ലാതെയുള്ള ഒരു സിനിമാക്കാരൻ്റെ സ്വാതന്ത്ര്യം ഏത് രീതിയിലാണെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അല്ലേട്ടനോടാണ് ചോദ്യം. 3 പേരൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പം ഈ പറഞ്ഞത് മനസ്സിലായി. ഈ നമുക്ക് ഒരു സംവിധായകന്റെ അടുത്തേക്ക് പോകുമ്പോൾ, ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യാണ്, അല്ലേട്ടൻ്റെ പടം ആദ്യമാണ്, ആ ഗ്രൂപ്പിൽ വന്ന് ആദ്യമാണ്. അപ്പോൾ ഷാജോണാണെങ്കിലും പരിചയമുണ്ട്. ആദ്യം നമുക്ക് കിട്ടുന്ന ഫ്രീഡം, ഇപ്പം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് ഈ ബ്രഹ്മപുരം മാത്രമല്ല, പിന്നെ നല്ലൊരു കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ നമുക്ക് ഏറെ ഇഷ്ടപ്പെടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട് ആ ലൊക്കേഷനിൽ കിട്ടുന്ന. അതുപോലെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പം എഴുതി വെച്ച് തന്നെ പറയണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞാലും, പക്ഷേ നമുക്കത് അത് ഉൾക്കൊണ്ട് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് ഇദ്ദേഹത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയല്ലേ നമുക്കൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. എനിക്കില്ലാത്ത സമയത്ത് എന്നോട് ചോദിച്ചു പോകുന്നില്ല എന്ന് ചോദിച്ചു. സീനില്ലാത്ത സമയത്ത് നമ്മളവിടെ നിൽക്കുകയാണ്. കാരണം നമുക്കൊരു മനസ്സുഖമുണ്ട്. സ്വാതന്ത്ര്യം കൊടുത്താലും പോകത്തില്ല. അല്ലല്ല, തീർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു സംഭവം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ടീം വർക്കായിരുന്നു സിനിമ ഇതുവരെ എന്ന് പറയുന്നത്. റോഹൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണോ ഇത്? ചോദ്യത്തിൽ നിന്ന് ഉത്തരം വേറെ ദിശയിലാണ് പോയത്. എന്ത് വേണം ചോദിക്കാം. രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുണ്ട്. എന്ത് വേണം ചോദിക്കാം. പക്ഷേ എനിക്ക് എന്റേതായിട്ടുള്ള നയങ്ങളും രീതികളും ഉണ്ട് എന്നുള്ളതാണ്. പൊളിറ്റിക്കലി കറക്റ്റ് ആവണം. സത്യത്തില് അങ്ങനെ ഒരു സിനിമാക്കാരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന പോലെ എപ്പോഴെങ്കിലും ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ ഷാജോന്? സംവിധായകനായപ്പോഴും നടനായപ്പോഴും എപ്പോഴെങ്കിലും? ഇപ്പം ഏത് കാര്യം ചെയ്യാനാണ് നമുക്ക് ഇവിടെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളത്? കലയ്ക്ക് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം പോയിട്ടുണ്ട്. അതിപ്പം കവിതയ്ക്കാണെന്നുണ്ടെങ്കിലും കഥയ്ക്കാണെന്നുണ്ടെങ്കിലും സിനിമയ്ക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ എവിടേക്കോ ആരൊക്കെയോ ഇരുന്ന് ഭയങ്കരമായിട്ട് സെൻസർ ചെയ്തിട്ടാണ് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സിനിമയിൽ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. സെൻസറിങ്ങിൽ തന്നെ അനാവശ്യമായ ഇടപെടൽ വന്നിട്ടുണ്ട്. സർട്ടിഫിക്കേഷന്റെ സമയത്ത് അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും അത് വലിയ ലാർജർ ലെവലിൽ സമൂഹത്തിന് നമ്മൾ എന്തെങ്കിലും പറയാനോ ആഗ്രഹിക്കുന്നോ ചെയ്യുന്നെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കി ഇനി നമ്മൾ സ്ക്രിപ്റ്റ് എഴുതണം, അല്ലെങ്കിൽ ഒരാൾ ഡയലോഗ് റെൻഡർ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഗതികേടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെൻസർ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ശരിക്കും പറയാറുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കുള്ള എക്സ്പ്ലനേഷൻസ് പറഞ്ഞ് പിന്നീട് എന്താ വെച്ചാൽ നമ്മുടെ സിനിമ പിന്നെ അടുത്ത റിവൈസിങ് കമ്മിറ്റിക്ക് പോകണം. അത്തരത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്, യു എന്നുള്ള കാറ്റഗറിയിൽ. അപ്പം അവർ ഇന്റർവ്യൂ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ യു വേണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ മാറ്റണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വേറെ കൂടുതൽ പെയിനിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്വാതന്ത്ര്യം, ഓഫ്കോഴ്സ് റിലീജിയസ് സെന്റിമെന്റ്സോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒക്കെയുള്ള ഇടപെടിയിൽ ഉണ്ടെങ്കിൽ, പരാമർശം ഉണ്ടെങ്കിൽ അവർ ഇടപെടാം. അല്ലെങ്കിൽ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ടോട്ടാലിറ്റിയിൽ ഇത് പറയുമ്പോൾ എവിടെയൊക്കെയോ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്. അത് പണ്ട് കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാളും നമ്മൾ സിനിമകൾ എടുത്ത് നോക്കിയാൽ അറിയാം. അന്ന് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ അല്ലെ അന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ്സും ഇന്ന് ആൾക്കാർ പറഞ്ഞ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കലി കറക്റ്റ് ആവണം എന്ന് ചിന്തിച്ച് തന്നെ പോകുന്നൊരു കാര്യം എങ്ങോട്ടാണ്? അതിൽ അത്തരം ഒരു കാര്യങ്ങൾ നല്ലതല്ല ശരിക്കും പറഞ്ഞാൽ. ഇനി എപ്പോഴാണ് സ്വാഭാവിക പ്രേക്ഷകന് ചോദിക്കുന്ന ചോദ്യം, ആ മാറ്റി വെച്ചിരിക്കുന്ന താക്കോലിനെ എപ്പോഴും എടുക്കാൻ പോകുന്നത് സംവിധായകൻ? താക്കോല് എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ്. അതിൻ്റെ ഒരു പ്രാരംഭഘട്ട ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവാനുഗ്രഹിച്ച ഉടനെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളും കാത്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പോയ ദിവസങ്ങളിൽ കേൾക്കുന്ന സിനിമ, മലയാള സിനിമ വാർത്തകൾ വളരെ സന്തോഷമുള്ളതാണ്. കാരണം ബാക്ക് ടു ബാക്ക് ഇറങ്ങുന്ന സിനിമകളെല്ലാം ഹിറ്റ് അടിക്കുന്നു, തിയേറ്ററിൽ ആളുകൾ നിറയുന്നു എന്നുള്ളത് മോളിവുഡ് ഈസ് ബാക്ക് എന്നുള്ള രീതിയിലേക്ക് ഹാഷ്ടാഗിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിരയിലേക്ക് ഒരു ചിത്രം കൂടി വരുന്നു, ഇതുവരെ എന്നുള്ളത്. അപ്പോൾ ഇതുവരെ കണ്ട ഹിറ്റ് ചിത്രങ്ങളിൽ ഇതുവരെ കൂടി കൂടെ പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആശംസകൾ നേരുന്ന ഈ സമയത്ത്
പടം ഹിറ്റടിക്കട്ടെ. ഇതുപോലുള്ള സമകാലിക വിഷയങ്ങളുമായിട്ട് ഇനിയും ഇത്തരം ചിത്രങ്ങൾ മലയാള സിനിമയിൽ സംഭവിക്കട്ടെ. നിങ്ങളും അതിന്റെ ഭാഗമാവട്ടെ. ഞങ്ങൾക്കത് കാണാൻ പറ്റട്ടെ. താങ്ക് യു, രോഹൻ. താങ്ക് യു സോ മച്ച്.